ബിഗ് ബോസ് മലയാളം സീസൺ 7 കപ്പ് അങ്ങനെ അനുമോൾ തൂക്കിയിരിക്കുകയാണ്. റണ്ണറപ്പായി അനീഷ് വന്നിട്ടുണ്ട്. ടോപ്പ് 5 ഡിസേർവിംഗ് പൊസിഷൻ ആയിരുന്നോ? അതുപോലെ തന്നെ ബിഗ് ബോസ് ഇത്തവണത്തെ സീസൺ എങ്ങനെയായിരുന്നു? എനിക്ക് അതിനെ പറ്റിയുള്ള കുറച്ച് അഭിപ്രായങ്ങൾ പറയാനുണ്ട്. അതുപോലെ തന്നെ അനുമോൾ കപ്പ് അടിച്ചപ്പോൾ കുറച്ച് പേർക്ക് കുറച്ച് കുശുമ്പും അതുപോലെ തന്നെ അസൂയയും എല്ലാം നമ്മൾ സ്ക്രീനിലൂടെ കണ്ടു. എന്താണ് ഇന്നത്തെ എപ്പിസോഡിനെ പറ്റി പറയാനുള്ളത്? അതുപോലെ തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു? സീസൺ 8 വരുമോ? നമുക്ക് സംസാരിക്കാം. എന്റെ പേര് ഷെഹർ. എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. ബിഗ് ബോസ് ഡയറീസ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതലുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ മാത്രമാണ് ഞാൻ എടുത്ത വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ ആദ്യം തന്നെ പഴയ കണ്ടസ്റ്റൻസിന്റെ കുറച്ച് എൻട്രി ആണെങ്കിൽ നമുക്ക് കുറച്ച് വലിയ ഇതായിട്ട് പോകാണ്ട് കുറച്ച് പെട്ടെന്ന് അങ്ങ് പോവാം. അപ്പോൾ നമുക്ക് ടോപ്പ് 5നെ പറയാം. അതിനു മുന്നേ നമ്മുടെ പഴയ കണ്ടസ്റ്റൻസിനെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ ഡാൻസും അവര് ഔട്ടായി പോയ എല്ലാവരെയും സ്റ്റേജിലേക്ക് വിളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആദിലയുടെ നൂറയുടെ മിഡ് വീക്ക് എവിക്ഷൻ ആയതുകൊണ്ട് അവരുടെ 100 ദിവസത്തെ യാത്രയും വീഡിയോ ആയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കണ്ടസ്റ്റൻസ് സംസാരിക്കുകയാണ്. 5 നമ്മുടെ ടോപ്പ് 5 സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അല്ലാത്ത എവിക്റ്റ് ആയി പോയ കുറച്ച് കണ്ടസ്റ്റൻസിനോട് സംസാരിക്കുന്നുണ്ട്. അതില് രേണുസുതി പറയുകയാണ്, ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു, പക്ഷെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം എനിക്ക് പോസിറ്റീവായി എന്ന് പറയുന്നുണ്ട്. അതുപോലെ മസ്താനിക്കും ഇതേപോലെ ആയിരുന്നു. ഞാനിവിടെ നിന്ന് ഔട്ടായി പോയപ്പോൾ എനിക്ക് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു, പക്ഷെ എന്റെ റീ എൻട്രിക്ക് ശേഷം ഞാനെടുത്ത ചോയ്സ് നല്ലതായിരുന്നു. എന്റെ റീ എൻട്രിക്ക് ശേഷം നല്ല രീതിയിൽ തന്നെ എനിക്ക് പോസിറ്റീവായിട്ട് വന്നു. അത് ഞാൻ സന്തോഷമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരു ട്രോൾ വീഡിയോ വന്നു. നമ്മുടെ ജഗദീഷും അലീന പഠിക്കലും അഖിൽ നമ്മുടെ കുട്ടിയകലും നോബി അതുപോലെ തന്നെ അസീസ് നെടുമങ്ങാട് ഇവരുടെയൊക്കെ ഒരു ട്രോൾ വീഡിയോ, സ്കിറ്റ് പോലത്തെ ഒരു ട്രോൾ വീഡിയോ നല്ല അടിപൊളിയായിരുന്നു. കിട്ടേണ്ടവർക്ക് എല്ലാം അന്തസ്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ട്രോള് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. എന്നുവെച്ചാൽ അവിടെയുള്ള അനുമോൾക്ക് അതുപോലെ തന്നെ അനീഷിനും കൂടുതലും കിട്ടിയിരിക്കുന്ന ശൈത്യക്കും ആർജിബിൻസിക്കാണ് കണക്കിന് കിട്ടുന്ന ട്രോൾ വീഡിയോ. നല്ല അടിപൊളിയായിരുന്നു. കഴിഞ്ഞ വർഷത്തേക്ക് വെച്ച് നോക്കുമ്പോൾ ഈ വർഷത്തെ ട്രോൾ വീഡിയോ കൊള്ളായിരുന്നു. സീസൺ പെട്ടെന്ന് അങ്ങ് ഗ്രാൻഡ് ഫിനാലെ ആണെങ്കിൽ പോലും പെട്ടെന്ന് കഴിഞ്ഞു പോയൊരു ഫീലിംഗ് ആയിരുന്നു. പിന്നെ ടോപ്പ് 5 അക്ബറാണ്. ഭയങ്കര അൺഡിസേർവിംഗ് ആണ്. കാരണം വേറെ ഒന്നുമല്ല, അക്ബർ ഞാൻ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ടോപ്പ് 4, അറ്റ്ലീസ്റ്റ് ഞാൻ ടോപ്പ് 4 ഒക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. ടോപ്പ് 4 ടോപ്പ് 3. പക്ഷെ സീസൺ 5 ടോപ്പ് 5 ഞാൻ വിചാരിക്കുന്നത് അയ്യോ അക്ബർ ഒന്നും ചെയ്തിട്ടില്ല അതിന് മാത്രം എന്തോ ആണ് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. ടോപ്പ് 5 അക്ബർ നിൽക്കാണ്. ഭയങ്കര ഇതായിപ്പോയി, ഞെട്ടിപ്പോയി, ഭയങ്കര അൺഡിസേർവിംഗ് ആയിപ്പോയി. കാരണം ഞാൻ അക്ബറിൽ വിചാരിച്ചത് അക്ബർ ഒരു ടോപ്പ് 4 ഓർ ടോപ്പ് 3 ഇത് രണ്ടിൽ ഒന്നായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. അതിൽ 80% ഞാൻ ടോപ്പ് 4 ആണ് പ്രതീക്ഷിച്ചിരുന്നത്. നെവിൻ ടോപ്പ് 5 വരുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ ഇതെല്ലാം മാറി മറിഞ്ഞു. അക്ബർ ടോപ്പ് 5 വന്നു. അതിനുശേഷം അക്ബർ എല്ലാവരോടും കെട്ടിപ്പിടിച്ച് വരുന്നുണ്ട്. ആരോടും ഒരു ദേഷ്യമില്ല, കെട്ടിപ്പിടിച്ച് സന്തോഷത്തോടെ തന്നെ അക്ബർ ഇറങ്ങുന്നുണ്ട്. ടോപ്പ് 4 നെവിനാണ്. ടോപ്പ് 4 നെവിനാണ്. സംബന്ധിച്ച ഒരു എന്റർടൈൻമെന്റ് ഫാക്ടർ ആ വീഡിയോ ഞാൻ ടോപ്പ് 5 ഡിസേർവിംഗ് ആണ്, ഭയങ്കര ഡിസേർവിംഗ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാല് നല്ല കണ്ടന്റ് കൊടുത്ത ആൾക്കാരാണ് ആ വീട്ടില്. കണ്ടന്റ് എന്ന് വെച്ചാൽ നല്ല അടിപൊളി. ഇപ്പൊ ഒരാളാണെങ്കിൽ എന്റർടൈൻമെന്റ് ആണെങ്കിൽ മറ്റൊരാള് ഭയങ്കര ആംഗ്രി മോഡ്, അല്ലെങ്കിൽ ഒരു വില്ലൻ പോലെ ഒരാള്, നായകനെ പോലെ ഒരാള്, അങ്ങനെ എല്ലാവരും നല്ല ഇതിനെ കണ്ടന്റ് കൊടുത്ത ഒരാളായിരുന്നു. അതുപോലെ നെവിന്റെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട് മക്കളെ, വെച്ചിട്ടൊരു അടിപൊളി വീഡിയോ. നെവിൻ ആകാശത്ത് നിന്ന് പറന്നു വരുന്നതും വീട് പുതുക്കി പണി അടിപൊളിയായിരുന്നു. എനിക്ക് ഇന്ന് കാണിച്ച വീഡിയോസിൽ എനിക്ക് നെവിന്റെ വീഡിയോ ആണ് അടിപൊളിയായിട്ട് തോന്നിയത്. ഭയങ്കരമായിട്ട് യൂസ് ചെയ്ത് അടിപൊളി സൂപ്പറായിരുന്നു. മൂന്നാമത്തേൽ വരുന്നത് നമ്മളുടെ അതിനിടയ്ക്ക് നമ്മുടെ വോട്ട്സ് കാണിക്കുന്നത്. ഞാൻ എല്ലാ സീസണിലും കാണിക്കുന്നത് പോലെ ആദ്യ ആഴ്ച മുതൽ 13 ആഴ്ച വരെയുള്ള വോട്ടിങ്, ആർക്കൊക്കെ എത്ര വോട്ട് കിട്ടി എന്നുള്ളൊരു ശതമാനം കാണിക്കുള്ളൂ. അത് എല്ലാവരും കാണിക്കുന്നുണ്ട്, എല്ലാവരുടെ വോട്ട് കാണിക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കാണിച്ചതിന് ശേഷം ഷാനവാസ് എവിക്റ്റ് ആവാണ്. ടോപ്പ് 3 ഷാനവാസ് ആവുകയാണ്. അതിനുശേഷം ഷാനവാസ് പറയുന്നത് അനീഷ് കപ്പടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റേജിൽ നിന്ന് കയറി ഇരിക്കുന്നുണ്ട്. അതിനുശേഷം ടോപ്പ് 2 ആയ അനുമോളിനെയും അനീഷിനെയും
ലാലേട്ടൻ കൈപിടിച്ച് കൊണ്ടുവരുന്നു. എന്താണ് അവരുടെ അതിന് മുന്നേ അവർക്ക് എന്താണ് ടോപ്പ് 3 ആയ 5th 4th 3rd പൊസിഷനിലുള്ളവർക്ക് അവർക്ക് കുറച്ച് സമ്മാനങ്ങൾ കൊടുക്കുന്നു. ഒരാൾക്ക് റെഫ്രിജറേറ്റർ, ഞാനത് വരെ കണ്ടില്ല, റെഫ്രിജറേറ്റർ കൊടുക്കുന്നുണ്ട്. മൈ സ്പോൺസർ ആണെന്ന് തോന്നുന്നു, അതെല്ലാം കൊടുക്കുന്നുണ്ട് 3 കണ്ടസ്റ്റൻസിന്. കഴിഞ്ഞ വർഷം എല്ലാം ടോപ്പ് 5ലുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും കിട്ടിയല്ലോ, അതേപോലെ കിട്ടി. അതിനുശേഷമാണ് എന്താണ് മറ്റേ ഏഷ്യാന്റെ ഹെഡായ ആൾക്കാരും അതുപോലെ മൈജിയുടെ ആൾക്കാരും അതുപോലെ തന്നെ മറ്റേ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ ആൾക്കാരും റീഗൽ ജ്വല്ലേഴ്സിന്റെ ഒരിത് ആര്യന് ലഭിക്കുന്നുണ്ട്. ആര്യനായിരുന്നല്ലോ ഇപ്രാവശ്യം ഡയമണ്ട് ഇത് കിട്ടിയത്. 4 പോയിന്റോട് കൂടി ആര്യന് അത് കിട്ടി. അങ്ങനെ അതും കൊടുത്തു കഴിഞ്ഞു. ടോപ്പ് 2ലേക്ക് വന്ന അനീഷിനും അനിമോളോട് സംസാരിക്കാൻ പറയുന്നുണ്ട്. അവർ എന്താണ് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അങ്ങനെ നമ്മുടെ കൈ പൊക്കിയത് അനിമോളാണ്. അനിമോൾ ഇങ്ങനെ വിന്നർ ആയിട്ടുണ്ട്. പക്ഷേ ഈ ടോപ്പ് 2-ൽ ഞാൻ പറയുന്നത് 2 ടൈറ്റിൽ വിന്നർ ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കായിരുന്നു. കാരണം ഇവർ രണ്ടുപേരും ഫസ്റ്റ് പൊസിഷൻ അർഹിക്കുന്നവരാണ്. ഇവർ രണ്ടുപേരും. കാരണം ഒരാള് എന്താണ് അതിലൊരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അനീഷിന് ഭയങ്കര ഒരു ക്വാളിറ്റി ഞാനതിൽ കണ്ടിട്ടുണ്ട്. അനീഷിന്റെ ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ അനീഷ് ആ വീട്ടിൽ ഒരു മനുഷ്യനെ ഒരു തെറി പറയുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്താണ് ഒരു മോശമായിട്ട് തെറി വഴക്കുണ്ടായിട്ടുണ്ട്, നേരെ സംസാരിച്ചിട്ട് വഴക്കുണ്ടായിട്ട്, പക്ഷേ പുള്ളിക്കാരന്റെ വായിൽ നിന്ന് ഒരു തെറി എന്താണ് അറിയാതെ പോലും വന്നിട്ടില്ല. അതാണ് എനിക്ക് ക്വാളിറ്റി ആയിട്ട് കണ്ടിരിക്കുന്നത് അനീഷിൽ. അതാണ് അനീഷ് ഒരു മോശമായിട്ട് വാക്ക് ആരെയും പറ്റിയോ മറ്റൊരാളെ പറ്റിയോ ഒരു എന്താണ് അനീഷാണെങ്കിലും മറ്റൊരാളെ പറ്റി കുറ്റം പോലും പറഞ്ഞിട്ടില്ല ആ വീട്ടില്. അതൊരു ഭയങ്കര വലിയ ക്വാളിറ്റിയാണ്. അതില് ഒരു കുറ്റവും ഇതില്ലാതെ പറഞ്ഞ ഒരാൾ, കുറ്റവും ലേഷൻ ഇല്ലാതെയൊക്കെ സംസാരിച്ചോണ്ട് നിൽക്കുന്ന റണ്ണറപ്പ് ആവാൻ കഴിഞ്ഞു പുള്ളിക്കാരന്. അതൊരു ഭയങ്കര ബിഗ് ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ അനിമോളുടെ ഭാഗം വെച്ച് നോക്കുകയാണെങ്കിൽ അനിമോൾ ഈസ് എ സർവൈവർ. അവൻ വീട്ടില് ശരിക്കും പറഞ്ഞാല് മാസ് അറ്റാക്കിങ് ശരിക്കും പറഞ്ഞാൽ അനിമോൾക്കെതിരെ വന്നു അല്ലെ. ഒരു സമയത്ത് നമ്മുടെ അപ്പാനിയൊക്കെ ആയിട്ടാണെങ്കിലും ഒരു സമയത്ത് ഭയങ്കര മാസ് അറ്റാക്കിങ് അനിമോൾക്കെതിരെ വന്നു. അതൊക്കെ ഒരു ഇച്ചിരി ദിവസത്തേക്കായിരുന്നു. പക്ഷേ ഈ അനിമോൾക്ക് ഈ ആഴ്ചയിലാണ് വോട്ട് കൂടിയിട്ടുള്ളത്. ഈ ആഴ്ച വോട്ട് കൂടാനുള്ള കാരണത്തിൽ റീ എൻട്രീസിന്റെ എന്താണ് മാസ് അറ്റാക്കിങ്ങും RJ ബിൻസി ശൈത്യ എല്ലാവരും കയറി അനിമോളെ ഇട്ട് ആക്രമിക്കുന്നു. അതുപോലെ തന്നെ എന്താണ് അനിമോളെ ഇട്ട് പിച്ച് ചെയ്യുന്ന പോലെ തന്നെ സംസാരങ്ങളൊക്കെ സംസാരിച്ച് അനിമോളോട് എല്ലാവർക്കും ഇഷ്ടമായി. അങ്ങനെ അനിമോൾക്ക് വോട്ട് കൊടുത്തു, അനിമോൾ വിന്നറായി. പക്ഷെ ശരിക്കും പറഞ്ഞാല് രണ്ടുപേരും ഡിസേർവിംഗ് ആണ്. ഒരു 2 ടൈറ്റിൽ വിന്നർ ഉണ്ടായിരുന്നെങ്കിൽ ഒരു സംഭവം ഉണ്ടായെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു 2 പേരും ഡിസേർവിംഗ് ആയിട്ടുള്ള വിന്നർ ആയിരുന്നു. അറിയില്ല, ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് അനിമോളായി സന്തോഷമാണ്. മറ്റൊരു വിഭാഗം പറയുന്നു അനീഷ് വിന്നർ ആവണമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 2 ടൈറ്റിൽ ഉണ്ടായിരുന്നു. ഞാൻ തന്നെ പറഞ്ഞാൽ ഇവർ 2 പേർക്കും കപ്പ് കൊടുക്കണം. കാരണം ഈ നിങ്ങളൊന്ന് ആലോചിക്കുക, അനിമോളും അനീഷില്ലാത്തൊരു ഈ സീസൺ എങ്ങനെ ഉണ്ടാവുമായിരുന്നു? അനീഷ് അവിടെ ഇല്ലെങ്കിൽ അവർക്കെതിരെ ഒരു എന്താണ് അവിടെ ആൾക്കാർക്ക് ഒരു എതിരാളിയായിരുന്നു അനീഷ ഒരു സമയത്ത്. അനിമോൾ എന്ന് പറഞ്ഞാൽ എല്ലാരും എന്താണ് മാസ് അറ്റാക്കിങ് ചെയ്ത് പോയ ഒരാളായിരുന്നു. അനിമോളുടെ ഒരു ഗെയിം എന്താണ് എല്ലാരും പറയും കരച്ചിലാണ്. പക്ഷെ ആദ്യത്തെ 2-3 ആഴ്ചയിലേ ആ പുള്ളിക്കാരി കരഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറം സ്ട്രോങ് ആയിട്ട് തന്നെയാണ് കളിച്ചിട്ടുള്ളത്. എന്താണ് കൊള്ളാം. എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൂ. കാരണം 2 പേരും അടിപൊളി. ടോപ്പ് 2 ഇപ്പൊ അനീഷ് ടോപ്പ് 2 ആയിലേക്ക് 1 ആവണം തന്നെയാണ് എന്റെ ആഗ്രഹം. അതുപോലെ തന്നെ അനിമോളുടെ കേസിന്. കാരണം അവർ 2 പേരും എന്താണ് ഡിസേർവിംഗ് ആണ് ഫസ്റ്റ് പൊസിഷനിൽ. അറിയില്ല, നല്ല രസമായിട്ട് പോയി. ഇനി എനിക്ക് ഈ സീസണെ പറ്റി പറയാനുള്ളത്, സീസൺ റേറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, നല്ല അടിപൊളി റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സീസണിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഇംപ്രഷൻസ് ഉണ്ടായിരുന്നില്ല. എന്ന് വെച്ചാല് ഇത് ആളുകളിലേക്ക് എത്തുന്നില്ല. ആളുകൾക്ക് ഒരു ടച്ച് വരണമല്ലോ. അത് ഞാൻ ഇപ്രാവശ്യത്തെ സീസൺ കണ്ടില്ല. ശരിക്കും ഒരു മടുപ്പുണ്ടായിരുന്നു ഈ സീസണിൽ. പിന്നെ ഈ സീസണിൽ എനിക്ക് പറയാനുള്ളത്, ഈ സീസണിലെ കപ്പ് ശരിക്കും യഥാർത്ഥത്തിൽ കൊടുക്കേണ്ടത് ലാലേട്ടനാണ് ഈ ഷോ കൊണ്ടുപോയത്. ലാലേട്ടന്റെ വീക്കെൻഡ് എപ്പിസോഡുകളാണ് കത്തിക്കയറിയിട്ടുള്ളത്. അതുപോലെ തന്നെ ലാലേട്ടൻ കഴിഞ്ഞ 6 സീസണിലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സീസണിൽ ലാലേട്ടൻ അടിപൊളിയായിട്ട് പ്രതികരിച്ചു, നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു. ഓരോ സീസൺ കൂടുമ്പോഴത്തേക്കും ലാലേട്ടന്റെ ഒരു ഇത് പവർ ഇങ്ങനെ കൂടി വരുന്നുണ്ട്. അടുത്ത സീസണിലും ലാലേട്ടൻ തന്നെ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
അടിപൊളിയായിരുന്നു. നമ്മുടെ ലാലേട്ടന്റെ ആങ്കറിങ് അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ എന്താണ് സീസൺ ഒരു ഇംപ്രഷൻ കുറവാണെങ്കിൽ റേറ്റിംഗ് ഉണ്ടായിരുന്നു. നോർമലിനേക്കാൾ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം പോരായിരുന്നു, സീസൺ പോരായിരുന്നു. പക്ഷെ റേറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. റേറ്റിംഗിലല്ല കാര്യം, ഇംപ്രഷൻ വേണം. ശരിക്കും പറഞ്ഞ സീസൺ ഒരാൾക്കാരിലേക്ക് ഒരു ടച്ച് വരാത്തൊരു സീസൺ ആയിപ്പോയി ഈ പ്രാവശ്യത്തെ സീസൺ. പിന്നെ എന്താണ് സീസണിനെ പറ്റി വേറെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് അൺഫെയർ എവിക്ഷൻ നടന്നൊരു സീസണാണ്. അൺഫെയർ എന്ന് വെച്ചാൽ ഒരു ലോകം മൊത്തം എന്താണ് മൊത്തം ശരിക്കും പറഞ്ഞാൽ ഒരു അൺഫെയർ എവിക്ഷൻ ആയിരുന്നു ഈ സീസൺ മൊത്തം. അവിടെ എന്താണ് സേഫ് പ്ലെയർ ആയിട്ട് നിന്ന ആൾക്കാർ പോലും അവിടെ സേവായി നിൽക്കുന്നു, അല്ലാത്തവർ ഔട്ടായി വരുന്നു. അപ്പോൾ അൺഫെയർ എവിക്ഷൻ ഒരു ശരിക്കും പറഞ്ഞ ഒരു സീസൺ ഓഫ് അൺഫെയർ എന്ന് തന്നെ പറയുന്നതിൽ അതൊരു ഇതായിരുന്നു. പിന്നെ കണ്ടസ്റ്റൻസ് എല്ലാവരും റിയലായിട്ട് തന്നെ നിന്നു. സേഫ് ഗെയിം സീസൺ 6 മുതലാണെന്ന് തോന്നുന്നു. സേഫ് ഗെയിംസ് അല്ല, സീസൺ 5 ആണെന്ന് തോന്നുന്നു. സീസൺ 5ഉം 6 ഒക്കെ വെച്ച് നോക്കുമ്പോൾ സേഫ് ഗെയിമേഴ്സ് കുറഞ്ഞു. ഓരോ സീസൺ കൂടുമ്പോൾ സേഫ് ഗെയിമേഴ്സ് കുറഞ്ഞു വരുന്നുണ്ട്. ഇത്തവണ ഇങ്ങനെ സേഫ് ഗെയിമേഴ്സ് എന്ന് പറഞ്ഞ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. എല്ലാവരും അത്യാവശ്യം സംസാരിക്കുന്ന ആൾക്കാരായിരുന്നു. ഇവരിലുണ്ടാവുന്ന 2-3 ആൾക്കാരും ഒഴിച്ച് ബാക്കി എല്ലാവരും എന്താണ് മുഖത്ത് നോക്കി സംസാരിക്കുന്ന ആൾക്കാരാണ്. അപ്പം സീസൺ അങ്ങനെ കഴിഞ്ഞു. നല്ലൊരു എന്താണ് സീസൺ വരട്ടെ. ഇനി ഒരു 8ന്റെ പണിയായിട്ട് ലാലേട്ടൻ വരുന്നതൊക്കെ പറയുന്നുണ്ടായിരുന്നു ലാസ്റ്റ്. അപ്പോൾ നല്ലൊരു എന്താണ് അതായത് അപ്പം എൻ്റെ കൂടെ എന്താണ് നിങ്ങൾ ഈ ഒരു ഇത്രയും നാള് എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും നന്ദി. അപ്പോൾ നമ്മുടെ ചാനലിൽ ഇനി എന്താണ് ബിഗ് ബോസ് മാത്രമല്ല, റിയാക്ഷൻ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. വ്ളോഗുകളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുപോലെ തന്നെ അടുത്ത സീസണിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അല്ലേ. അതുപോലെ തന്നെ അൾട്ടിമേറ്റ് ഒക്കെ ഉണ്ടാകുമോ നമുക്ക് നോക്കാം. എങ്ങനെയാണെന്ന് ഒന്നും അറിയത്തില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞ അടുത്ത വീഡിയോയും വിശേഷമായിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും ബൈ.